നിർത്തി. പിന്നെ ഹാൾക്ക് മണ്ടി ഡൈനികൾക്ക് പേടിച്ചിട്ട് മണ്ടി. അപ്പോൾ ഇപ്പൾക്ക് വന്നിക്കാണ്ട് ഇപ്പാനെ മേത്തുകട കടത്തി ഇപ്പാനെ മേത്തുകട അമർത്തിട്ട് കടത്തിക്കാണ്ട് കവിടത്ത് ഇങ്ങനെ നെക്കി പിടിച്ച് കാണ്ട് ചുണ്ടുമ്പോൾ നെക്കി പിടിച്ച് ആ ഇപ്പാനത്തേക്ക് ഞാൻ പോകണ ശരിപ്പ അങ്ങോട്ടേ പോകണോ. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഫുൾ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാമുകിക്ക് വേണ്ടി കാമുകൻ ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ കാമുകന് വേണ്ടി കാമുകി ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണ് മിഥു മോഹൻ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ ഒരു ആത്മഹത്യ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് തഹദീല എന്ന് പറയുന്ന ഒരു മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു യുവതിയുടെ ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏകദേശം 2 ആഴ്ചത്തോളമായി ഈ ഒരു സംഭവം നടന്നിട്ട്, ഈ ഒരു ആത്മഹത്യ നടന്നിട്ട് 16ാമത്തെ വയസ്സിലാണ് ഈ ഒരു തഹദീലയെ കല്യാണം കഴിച്ചു വിടുന്നത്. കല്യാണം കഴിച്ചതിന് ശേഷം ഈ ഒരു ഹസ്ബൻഡ് വിദേശത്തോട്ട് പോയി. അപ്പോൾ ഏകദേശം ഒരു 45 പവൻ സ്വർണവും അതുപോലെ തന്നെ പണവും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടുന്നത്. അപ്പോൾ കല്യാണം കഴിച്ച് വിട്ടതിന് ശേഷം ഒരുപാട് എന്താ പറയുക പീഡനങ്ങൾ ഈ ഒരു പെൺകുട്ടി ആ ഒരു വീട്ടിൽ നിന്ന്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സഹിക്കേണ്ടി വന്നു. അതായത് ഭർത്താവിൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഈ ഒരു പെൺകുട്ടി സഹിച്ചത്. ഒരുപാട് തരത്തിൽ ഈ ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സെക്ഷുവലി വരെ അബ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു പിതാവ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തഹദീലയുടെ ഈ ഒരു ആത്മഹത്യക്ക് ശേഷം തഹദീലയുടെ കുടുംബക്കാരും വീട്ടുകാരൊക്കെ തഹദീലയുടെ മരണത്തെക്കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ വീഡിയോ വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യുക. അത് മാത്രമല്ല, തഹദീല ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് സ്വന്തം വീട്ടുകാർക്ക് അയച്ചു കൊടുത്ത ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട്. ആ ഒരു വോയിസ് ക്ലിപ്പിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭർത്താവിൻ്റെ പിതാവിൻ്റെ ഭാഗത്തു നിന്ന് വന്ന സെക്ഷുവലായിട്ടുള്ള എന്താ പറയുക നീക്കങ്ങളും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പീഡനങ്ങളെ കുറിച്ചൊക്കെ ആ ഒരു വോയിസ് ക്ലിപ്പിൽ പറയുന്നുണ്ട്. ആ ഒരു വോയിസ് ക്ലിപ്പും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് വരാം. വേദനയോടെ ആണെങ്കിലും ഉമ്മ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് ഒന്ന് പറയൂ. കുറേ മുമ്പ് എൻ്റെ ഓളെ അമ്മായിമ്മ പല വിധത്തിൽ സംശയപ്പെട്ടിട്ടുണ്ട്. അമ്മായിമ്മ കുറേ മുമ്പ് എവിടേക്ക് അമ്മായിമാരുടെ വീട്ടിൽ പോയി വന്നപ്പോൾ വരുന്ന സമയത്ത് ഇപ്പാനോട് ചോദിക്കുക, നിങ്ങൾ എന്താ എടുത്തിരുന്നത്, നിങ്ങൾ തലേന്ന് മുടിയിൽ വെള്ളം ഉറ്റി പോകണം, എന്താ കുളിച്ചിരിക്കുകയാണോ, എനിക്ക് സംശയപ്പെട്ടില്ല. ഇപ്പാനെയും ഓളിയിട്ട് സംശയപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതൊക്കെ ഓൾ ഞങ്ങളോട് വന്ന് പറയലുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് സങ്കടം സാരല്ല സോൾവ് ആക്കിക്കളാം, നമുക്ക് തീരുമാനമാക്കാതെ പറഞ്ഞാൽ ശരിയാക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും കൂടി പറയുന്നു. പിന്നെയാണ് ഇതൊക്കെ കേട്ടാണ് പിന്നെ അമ്മസാക്ക ഇതിക്ക് ഭയങ്കര തുടങ്ങി. അതായത് അമ്മസാക്ക വീണ്ടും പ്രശ്നങ്ങൾ അനാവശ്യ പ്രശ്നങ്ങൾ തുടങ്ങി, തോണ്ടലും എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി അമ്മസാക്ക. അതായത് സ്വന്തം മകന്റെ ഭാര്യയാണ് എന്ന് പോലും ചിന്തിക്കാതെയാണ് ഇത്തരത്തിലുള്ള അല്ലേ. അപ്പോൾ എത്രമാത്രം ആ സഹോദരി വേദനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും ആ വീട്ടിൽ. അതായത് ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവ് സ്വന്തം മകളെ പോലെ കാണേണ്ട വ്യക്തിയും അതുപോലെ അവരുടെ ഉമ്മയും അല്ലേ. ഓലെ റൂമിൽ അടിച്ചേരി തുടക്കുക, അതിനൊന്നും ഒരു സമ്മതിക്കൂല. ആ റൂമിലേക്ക് പോകാൻ പാടില്ല. അടുക്കള ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ചൂലെടുക്കാൻ പോകുമ്പോൾ ഇത്ര അമ്മോസാക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനേക്കൂല. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വരും, സങ്കടം പറഞ്ഞ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ പറയും സാരമില്ലാതെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാൻ തീരുമാനമൊക്കെയാണ്ട്. അങ്ങനെ പിന്നെ ഓൾ കുട്ടികൾ വിചാരിച്ചുകൊണ്ട് പോകും. ഈ കുഞ്ഞു കുട്ടികളിൽ 4 കുട്ടികളെ വിചാരിച്ചുകൊണ്ട് ഓൾ പോകും. അങ്ങനെ പോയി വന്നിട്ട് പിന്നെയും അത് കേട്ട് പിന്നെ ഇപ്പം സ്വഭാവം മാറൽ തുടങ്ങി. ഇപ്പാനെ സ്വഭാവം മാറ്റിയത് ഇമ്മയാണ്. ഇത് പറയുന്നത് വേറെ ആരെ കുറിച്ചല്ല, സ്വന്തം വീട്ടിലെ സ്വന്തം ഭർത്താവിന്റെ പിതാവിനെ കുറിച്ചാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങളൊക്കെ വെറും ആരോപണങ്ങളായിട്ട് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഈ ഒരു ആത്മഹത്യ ചെയ്യുന്ന കുട്ടി തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ സത്യമാണ് എന്നുള്ള വോയിസ് ക്ലിപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും ആരോപണങ്ങളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ആ ഒരു വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. കാരണം സ്വന്തം മരുമകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മകന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അത് സ്വന്തം മകളെ പോലെ തന്നെയാണ് കാണേണ്ടത്. ആ ഒരു സ്ഥാനത്ത് നിന്ന് കാണേണ്ട ഈ ഒരു കുട്ടിയെയാണ് ഈ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ചുവയിൽ ഈ ഒരു പിതാവെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് പറ്റത്തില്ല ഈ ഒരു അദ്ദേഹത്തെ. കാരണം അത്രയ്ക്കും ലജ്ജ തോന്നും ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത്. ഒരു ആണെന്ന നിലയ്ക്ക് അത്രയ്ക്കും ക്രൂരമായിട്ടായിരിക്കും ആ ഒരു കുട്ടീനോട് പെരുമാറിയിട്ടുള്ളത്. സഹിക്കാവുന്നതിൽ അൾട്ടിമേറ്റ് ആയിട്ട് സഹിച്ചിട്ടായിരിക്കും ആ ഒരു കുട്ടി ഈ ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷെ എന്തായാലും തെറ്റായിട്ടുള്ള ഡിസിഷൻ തന്നെയാണ്. ബാക്കിയുള്ള ക്ലിപ്പ് കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. എൻ്റെ കുട്ടിയെ 16 വയസ്സ് എന്ന് കെട്ടിച്ചത് അന്ന് നിയമല്ലായിരുന്നു. അവൾ പഠിപ്പിൻ്റെ ഇടയിൽ അവൾക്ക് പിന്നെ 4 കൊല്ലം പ്രസവം. കൊല്ലം വരും പ്രസവം. ആ പ്രസവം വയറ്റിലുണ്ടായി അവനെ പോവും. പിന്നെ മറ്റേ 90 വെച്ചത് പിന്നെ വരും, പിന്നെ മഴ ഉണ്ടാവും. എന്നിട്ട് ഈ കുട്ടികൾക്ക് ആ മറ്റേ വലിയ മൂത്ത കുട്ടിക്ക് പാല് കൊടുക്കുക, പ്രസവ വേദന വരെ ഇവിടെ പാല് കൊടുക്കും. മുലപ്പാൽ കൊടുക്കുകയാണ്, അല്ലാതെ ലാക്ടോജനൊന്നുമല്ല കൊടുക്കണത്. ഞങ്ങൾ പറയാ കുട്ടികൾ അങ്ങനെ കൊടുക്കണ്ട. പറഞ്ഞാൽ എൻ്റെ കുട്ടീൻ്റെ പൊന്ന എൻ്റെ കുട്ടി കൊടുക്കും. ഞങ്ങൾ ആര് പറഞ്ഞാലും അവൾക്ക് കേൾക്കൂല. അവളെ കുട്ടികൾ മാത്രമുള്ള ഒരു ചിന്തയുള്ള കുട്ടിയാണ്. പിന്നെ ആണുങ്ങളെ ഇങ്ങനെ ഇതൊന്നും ആ കുട്ടിക്ക് ഇതില്ല. ഒരു മുഖത്തൊരു പൗണ്ടർ ഇടില്ല, ലിപ്റ്റിക് ഇടില്ല, ഒന്നും ഇടാത്തൊരു കുട്ടി. ഞങ്ങളെ കുട്ടിയിൽ ഓളാണ്. ഇതൊന്നുമില്ല. ഒരു ആണുങ്ങളെ ഒരു കാണട്ടാന്ന് പറഞ്ഞ കുട്ടിയല്ല. എന്നാൽ അങ്ങനെയൊക്കെയാണെങ്കിൽ കുട്ടിക്ക് സംശയം വരും തന്തങ്ങനെ കാട്ടുമ്പോൾ.
തള്ള മഹാമോശം. അപ്പൊ ഈ ഒരു ക്ലിപ്പിൽ നമ്മൾ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ആ ഒരു കുട്ടി ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അതിനെക്കുറിച്ച് ആ വേദനകളെ കുറിച്ചൊക്കെ സ്വന്തം വീട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കുട്ടിക്ക് വീട്ടിൽ കുറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ കൊണ്ടുവന്ന 45 പവന്റെ സ്വർണം, ആ ഒരു കുട്ടി കൊണ്ടുവന്ന സ്വർണം തന്നെ വിറ്റിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു കുട്ടിക്ക് വീടെടുത്ത് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം ആ ഒരു വീട്ടിൽ വന്നിട്ട് വരെ ഈ ഒരു പിതാവിന്റെ ഭാഗത്തുനിന്ന് എന്താ പറയുക, മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെറും 25 വയസ്സ് മാത്രമാണ് ഈ ഒരു തഹദീലയുടെ പ്രായം. അതായത് ഇപ്പൊ നോർമലി നോക്കുകയാണെങ്കിൽ ഒരു വിവാഹ പ്രായമായിട്ടേ ഉള്ളൂ. എന്നിട്ട് ആ ഒരു പ്രായത്തിൽ തന്നെ 4 കുട്ടികളുടെ അമ്മയാണ്. ഈ ഒരു 4 പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിച്ച് നോക്കുക. ഈ ഒരു ഭർത്താവിന്റെ പിതാവിന്റെ ഈ ഒരു ക്രൂരമായ പ്രവൃത്തിയിലാണ് മനം നൊന്നിട്ടാണ് ഈ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്. ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് പോലും വീട്ടുകാർ എന്താ പറയാ ഉപദേശിക്കുന്നു. അതായത് കുട്ടികളുടെ ഭാവി നോക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമലി എടുക്കുന്ന രീതിയിൽ പല തരത്തിൽ ഉപദേശിച്ചു കൊടുക്കാറുണ്ട്. ഈ ഒരു കുട്ടികളുടെ ഭാവി ഓർത്തിട്ട് വീണ്ടും ആ ഒരു വീട്ടിൽ തന്നെ ഈ ഒരു പെൺകുട്ടി പോയി നിൽക്കാറുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഈ ഒരു കുട്ടിയെ വീട്ടുകാരൊന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു കുട്ടി ജീവനോട് ഉണ്ടാകുമായിരുന്നു. ഈ 4 കുട്ടികളും അനാഥ ആവത്തില്ലായിരുന്നു. അത് മാത്രമല്ല ഭർത്താവ് ഇപ്പോഴും ഗൾഫിലാണ്. ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമോ ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഭർത്താവിനോട് ഓൾറെഡി പറഞ്ഞിരിക്കാം. എന്നാലും ഭർത്താവിന്റെ പിതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ എന്താ പറയാ എങ്ങനെയെങ്കിലൊക്കെ അച്ഛനല്ലേ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുക. ഇത്ര നീചമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ അറിഞ്ഞത്. ഇങ്ങനൊരു സംഭവം ഉണ്ടാവാതെ പല വീടുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പ്രതികരിക്കാതിരിക്കരുത്. ഒരിക്കലും ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. കാരണം നിങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രമിക്കുക, പരിശ്രമിക്കുക, ആ ഒരു ഇതിൽ നിന്നും മാറാനായിട്ട് ശ്രമിക്കുക. പല പ്രാവശ്യം നിങ്ങളുടെ ഭർത്താവിനോടോ അല്ലെങ്കിൽ വീട്ടുകാരോടൊക്കെ ഈ ഒരു കാര്യം ഓപ്പണായിട്ട് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ പരമാവധി അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീട്ടുകാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ആവശ്യം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യമായിട്ട് നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അവരെ ചേർത്ത് നിർത്താനായിട്ട് പഠിക്കുക. അല്ലാതെ അവരെ എന്താ പറയുക ഉപദേശിച്ച് വീണ്ടും ആ ഒരു എന്താ പറയുക ചതിക്കുഴിയിലേക്ക് നിങ്ങൾ തള്ളിയിടുകയല്ല വേണ്ടത്. കാരണം ഈ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള കാരണം അതാണ്. ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവിൻ്റെ ഭർത്താവിൻ്റെ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പീഡനം സഹിക്കാതെ വന്നപ്പോൾ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വീട്ടുകാർ ഒരിക്കലും അവരെ ചേർത്ത് നിർത്തിയില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ എനിക്ക് ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയ കാര്യം അതാണ്. കാരണം അവർ ചേർത്ത് നിർത്തണമായിരുന്നു, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിർത്തി ആ ഒരു കുട്ടിയെ സംരക്ഷിക്കണമായിരുന്നു. എങ്കിൽ ആ ഒരു കുട്ടി മരിക്കത്തില്ലായിരുന്നു ഒരിക്കലും. പലരും സ്വന്തം മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്വർണ്ണവും പണ്ടൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവരുടെ വിചാരം എന്ന് പറയുന്നത് ഇനി നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല, ആ ഒരു കുട്ടി അവിടെ സന്തോഷമായിട്ട് ജീവിച്ചോളും, അല്ലെങ്കിൽ വീട്ടിൽ വരുന്നത് തന്നെ ഒരു ബാധ്യതയായിട്ട് കാണുന്ന പല മാതാപിതാക്കളുണ്ട്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ തീരുമാനിക്കരുത്. കാരണം ആ ഒരു കുട്ടി വരുന്ന മാനസികാവസ്ഥ ആദ്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. മാനസികാവസ്ഥ ചിലപ്പോൾ വളരെയധികം എന്താ പറയുക തകർന്നിട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് പല കാര്യങ്ങളും പറ്റാത്ത കാര്യങ്ങൾ ആ ഒരു മനസ്സിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു കുട്ടിയുടെ കൂടെ നിന്ന് ആ ഒരു കുട്ടിയെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത നായിന്റെ മക്കൾ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, നായിന്റെ മക്കളെയൊക്കെ നിങ്ങൾ എന്താ പറയുക സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ എന്താ പറയുക പരസ്യമായിട്ട് ഒറ്റപ്പെടുത്തുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാമം എന്താ പറയുക മനസ്സിൽ കൊണ്ടുനടക്കുന്ന പിശാചുകളാണ് ഇവരൊക്കെ. ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ ഇത്രയുള്ള ഒരു വീഡിയോയിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ ഒരു കുട്ടി അവസാനമായിട്ട് അയച്ച ആ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേട്ടിട്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. മറച്ചു വെക്ക ഞാൻ എത്രത്തോളം മറച്ചു വെക്കണം? നിങ്ങളോട് മറച്ചു വേറെ കാര്യമുണ്ട്. ഞാൻ നിങ്ങളോടല്ല പിന്നെ ആരോടാ അറിയാം. അതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊക്കെ എത്തിയത്. അപ്പോൾ മിച്ചാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് കരുതിയത് പോലെ. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇജ്ജ് അറിഞ്ഞുകൊണ്ടെന്ന് ഞങ്ങൾ കരുതിയത്. ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നിക്കണേ. എൻ്റെ അടുത്തേക്ക് വന്നു വെച്ചാൽ അമ്മായിമാൻ്റെ അമ്മ വജാതെ കിടക്കുകയായിരുന്നു. അന്നേ ഇമ്മ പോകുമ്പോൾ ഇപ്പം ഇങ്ങനെ വേണ്ടാതെ ഇന്നത്തെ മേ തൊടാൻ വരിക, എന്നെങ്ങനെ ചെയ്യാതെ ഓരോന്ന് തൊടാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഡൗട്ട്. അപ്പം ഞാൻ കുഞ്ഞുട്ടിനൊക്കെ അറിയിക്കാറുണ്ട്. കുഞ്ഞുട്ടി ഇങ്ങനെ ചോദിക്കട്ടെ കരുതുമ്പോൾ ഞാൻ ഇപ്പോൾ ഒത്തും കാട്ടാൻ വന്നിട്ടില്ലല്ലോ, അപ്പം ചോദിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിർത്തിയിട്ടോ. ഉമ്മ മരിച്ചു, ഉമ്മാൻ്റെ അമ്മ മരിച്ചു. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ രാവിലെ ഫാൻ തുറക്കുന്നതിനിടയിൽ ഇപ്പം എൻ്റെ മേത്ത് നിന്നാണ് ഇങ്ങനെ തൊടുക ഒക്കെ, ഇങ്ങനെ തൊട്ടുകൾ ഇങ്ങനെ അവയത്തുമ്പോൾ എൻ്റെ മേത്തൊക്കെ അവയത്തുമ്പോൾ ഇങ്ങനെ തൊടാനായിട്ട് നിൽക്കുക. മാക്സിമിൻ്റെ മേത്തൂടെ കരുതി ഇങ്ങനെ തൊടാനായിട്ട് നിൽക്കുക. അതിൻ്റെ കുട്ടികളോട് കുറേ ആയിട്ട് മൂത്തച്ഛൻ്റെ പെരീക്ക് പോകണം. മൂത്തച്ഛ കുട്ടികളെ 2 കുട്ടികളെ തട്ടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പിടിച്ചമർത്തി നിർത്തി. ഞാൻ ഹാൾക്ക് മണ്ടി ഡേനികൾക്ക് പേടിച്ചിട്ട് മണ്ടി. അപ്പോൾ ഇപ്പോഴേക്ക് വന്നിക്കാണ്ട് ഇപ്പാനെ മേത്തുകൾ അമർത്തിയിട്ട് കടത്തിക്കാണ്ട്
കവിടുത്ത് ഇങ്ങനെ നെക്കി പിടിച്ച് കാണും ചുണ്ടുമ്പോൾ നെക്കി പിടിച്ചത് ആ ഇപ്പനത്തേക്ക് ഞാൻ പോകണ ശരിപ്പ അങ്ങോട്ടേ പോവണോ